ഹലോ, ഞാൻ ഇന്ന് നിങ്ങളെ കോഴിക്കൂട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടോ, പൂവൻ കോഴി നിൽക്കുന്നത്. ആ പൂവൻ കോഴി, ആ പെടക്കോഴി ഇരിക്കുന്നതിൻ്റെ മുട്ടയിടാൻ പെടക്കോഴി ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ അവൻ കയറി നിൽക്കുന്നത്. അതിനെയൊക്കെ ഒരു വിധത്തിലും സ്വസ്ഥമായിട്ട് ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല ഈ പൂവനെ കൊണ്ട്. ഈ രണ്ടുപേരും കണക്കിന്. ഇപ്പുറത്തുള്ള ബ്രൗൺ പൂവനുണ്ടല്ലോ, ഇവനും ആ വെള്ള സുന്ദരനും കണക്ക് തന്നെയാണ്. അവർ മുട്ടയിടാൻ കയറുന്ന കൂട്ടിനകത്ത് അവന്മാർ കപ്പ ആ കൂട്ടിനകത്ത് കയറണം. മനസ്സിലായില്ലേ? ഒരു തരത്തിൽ അതിനൊക്കെ ഒരു സ്വസ്ഥത കൊടുക്കില്ല ഈ പൂവൻ കോഴി ആ പിടകൾക്ക്. മനസ്സിലായ? ഇവരിപ്പോൾ നമുക്ക് 6 പിടയുണ്ട്. അവർക്ക് 3 മുട്ടയിടാൻ വേണ്ടിയുള്ള 3 സജ്ജീകരണങ്ങൾ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈക്കോലൊക്കെ വെച്ച് കൊട്ടയ്ക്കകത്തും ഉരുളിക്കകത്തും കാർഡ്ബോർഡിനകത്തൊക്കെ വെച്ച് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ അടുത്തിടെയായിട്ടാണ് നമ്മളെ പിടക്കോഴികൾ മുട്ടയിടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പൂവൻ കോഴിക്കൊന്നും അറിയണം, ഇവളൊക്കെ എന്തിനാണാവോ ഈ കുട്ടയ്ക്കകത്തൊക്കെ കയറിയിരിക്കുന്നത്, എന്താണാവോ എന്ന് ഉദ്ദേശിച്ചായിരിക്കും ആ പൂവൻ കൂടെ ഇരിക്കുന്നത്. അപ്പോഴും ഇതാണ്ട് ബ്രൗൺ പൂവൻ ചോദിക്കണം, നിനക്ക് എന്താടാ, നിനക്ക് നാണമാനം ഉണ്ടാടാ പെണ്ണുങ്ങളെ പ്രസവ വാർഡിൽ കയറിയിരിക്കാൻ. അപ്പോഴവൻ പറയണം, പിന്നെ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ നിൽക്കുന്നതിന് നിനക്കെന്താടാ? വിദേശ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾ പ്രസവിക്കുന്നിടത്ത് പുരുഷന്മാർ കയറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയും ചിലയിടത്തൊക്കെ നമ്മുടെ നാട്ടിലും പുരുഷന്മാരെ കയറ്റുന്നുണ്ട്. പിന്നെ നിനക്കെന്ത്, നീ എന്താണ് എന്നോട് പറയുന്നത്? അപ്പോൾ ബ്രൗൺ പൂവൻ പറയണം, നിനക്ക് ആണുങ്ങളുടെ വിലകളെ ഇറങ്ങടാ, അവർ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് ബ്രൗൺ പൂവൻ പറയണം. പക്ഷേ ഒരു തരത്തിലും നമ്മളെ വൈറ്റ് സുന്ദരം പറഞ്ഞു, ഞാൻ പോവില്ല, എൻ്റെ പെണ്ണിനെയും കൊണ്ടേ ഞാൻ ഇറങ്ങുള്ളൂ, അവൾ എന്താണ് ഈ കൂട്ടിനകത്ത് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണാം. പക്ഷെ പിടക്കോഴി പറയുന്നുണ്ട്, എടാ ഒന്നാമത് നമ്മൾ അല്ലാതെ തന്നെ നിങ്ങൾ നമുക്ക് സ്വൈരം തരുന്നില്ല, ഇവിടെയും കൂടി മനസ്സമാധാനമായിട്ട് ഞാൻ ഒന്ന് ഇരിക്കട്ടെടാ കാലമാടാ എന്ന് പിടക്കോഴി പറയുക. അതാ കണ്ടില്ലേ, പിടക്കോഴി അതിനകത്ത് ഇരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ആ വൈറ്റ് പൂവൻ കോഴി നിൽക്കുകയാണ്. ഇവർ തങ്ങളിൽ പരസ്പരം അങ്ങനെ എന്തൊക്കെയോ പറയാണ്. ആ ബ്രൗൺ പൂവനും ആ വൈറ്റ് പൂവനും കൂടി എന്തൊക്കെയോ പറയണം. ബാക്കിയുള്ള പിടകളൊക്കെ താഴെ നിന്നുകൊണ്ട് നോക്കിയാണ്, നാണക്കെട്ടവനെ ഇറങ്ങിനടാ, അവൾ സ്വസ്ഥമായിട്ട് അവിടെ ഒന്ന് ഇരുന്ന് മുട്ടയിടാൻ വേണ്ടിയാണ് കയറിയേക്കുന്നത്. അപ്പോൾ ബ്രൗൺ പൂവൻ പറയണ്, ഒന്ന് ഇറങ്ങിപ്പോടാ, അവൾക്കൊന്ന് മനസമാധാനം കൊടു, ഇവിടെയെങ്കിലും ഒന്ന് മനസമാധാനം കൊടു, നീ അല്ലെങ്കിൽ തന്നെയും കൊടുക്കുന്നില്ല, ഇറങ്ങടാ എന്ന് പറഞ്ഞപ്പോൾ പൂവൻ മനസ്സോടെ അവനും ഇപ്പം ഇറങ്ങും, ഇറങ്ങും, അങ്ങനെ ഇറങ്ങി. അപ്പോഴിതാ അതിൻ്റെ കൂടെ അവളും പറയുന്ന, എൻ്റെ ചേട്ടൻ പോയ വഴിക്ക് ഞാനും തന്നെ പോവാം, എനിക്കും എൻ്റെ ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആ പിടയും അവൻ്റെ കൂടെ അപ്പം ഇറങ്ങി. മനസ്സിലായ? അപ്പോൾ കാണാം ആ കൂട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോഴും കാണാം ബ്രൗൺ പൂവൻ ഒരു മനസ്സിലൊരാശയം, ഇതെന്താണാവോ ഇതിനകത്ത്? മറ്റേ പൂവനും ആ പിടയും കൂടി ഇരുന്ന ആ ഒരു കൂടാണ്. അതെന്താണ് ഇതിനകത്ത്? വല്ല വൈക്കോലിനകത്ത് സ്വർണ്ണ വൈക്കോലും വല്ലതും ആണോ? പിന്നെ എന്താണ് അവന്മാർ കയറി ഇരിക്കുന്നത്? ഈ പൂവന് അവനും ഒരു സംശയം, ഡൗട്ട് കൊണ്ട് അവനും ഇങ്ങനെ ഇതിനകത്ത് എത്തി നോക്കി. ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല, കുറേ വൈക്കോലുകൾ മാത്രം കാണാം, പിന്നെ എന്താണാവോ വൈറ്റ് പൂവൻ ഇതിനകത്ത് ഇരിക്കേണ്ട കാരണം? ഇനിയിപ്പം ഞാനതൊന്നും തിരക്കുന്നില്ല, ഞാനങ്ങ് ഇറങ്ങിപ്പോവാം എന്നും പറഞ്ഞ് ബ്രൗൺ പൂവൻ വന്ന് എത്തി നോക്കി. ഇതിനകത്തൊന്നുമില്ലയെന്ന് കണ്ടപ്പോൾ അവനും ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ കൂടിനകത്താണ് ഇവർ മുട്ടയിടുന്നത്. സ്ഥിരം മുട്ടയിടുന്നത് കോഴികൾ ഇതിനകത്തിടും. അല്ലെങ്കിൽ താഴെ ഞാൻ കൂടൊരുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ റബ്ബറിൻ്റെ അതുപോലെ തന്നെ ഉരുളിക്കകത്തും ഞാൻ കൂടൊരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്താണ് നമ്മുടെ ഈ പിടകളൊക്കെ മുട്ടയിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കച്ചിൽ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അവർക്ക് മുട്ടയിടാനുള്ള സൗകര്യത്തിന് വേണ്ടി റബ്ബർ കുട്ടയ്ക്കകത്തും ഉരുളിക്കകത്തും. അപ്പോൾ ഇതിൽ താഴെ ഇരിക്കുന്നവർ അവിടെ വന്നിരുന്നോളും, മുകളിൽ എന്നും കയറി ഇരുന്ന് മുട്ടയിടുന്നവർ ആ സ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴായാലും ശരി തന്നെ ഈ പിടകൾ മുട്ടയിടാൻ കയറിയാൽ അന്നേരം യവന്മാർ 2 പേരും കൂടെ കയറും. ഒരു വിധത്തിൽ ആ പിടകൾക്ക് സ്വസ്ഥത കൊടുക്കുകയില്ല. മനസ്സിലായ? അപ്പോൾ അവർ അവിടെ ഇരുന്ന് മുട്ടയിടാനും സമ്മതിക്കത്തില്ല. എന്നാൽ യവന്മാർ മുട്ടയിടത്തുമില്ല. അതിനെ ഒരു ജീവിക്കാൻ അനുവദിക്കില്ല. മനസ്സിലായല്ലേ? ഇങ്ങനെയും ഉണ്ടോ ഈ ആണുങ്ങൾ? മനസ്സിലായില്ലേ? ഈ ആണുങ്ങൾക്ക് തന്നെ മാനക്കേടുണ്ടാക്കുന്നവന്മാരാണ് ഇവന്മാർ. അപ്പോൾ ഇതാണ് ഞാൻ പല ലൈവിലും ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ 2 പൂവൻ കോഴികളാണ് എന്നെ കോഴിയല്ല കൂവി എന്നെ ആകെ ഇറങ്ങിയിടാക്കുന്നത് ഇവന്മാർ 2 പേരാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ വൈറ്റ് പൂവൻ കണ്ടത് നല്ല സുന്ദര കുട്ടനാണ്, കാണാൻ കണ്ടില്ലേ, എന്താ അഴകെന്നറിയാം അവനെ കാണാൻ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബ്രൗണും
ഇവ രണ്ടൊരു മത്സരിച്ച് കൂവലാണ്. അപ്പോൾ ഈ ഇപ്പോൾ 2 ദിവസം മുമ്പായിട്ട് നമ്മളെ ബ്രൗണിനെ അങ്ങ് തട്ടി. ഇപ്പോൾ ഇവൻ ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ വീട്ടിൽ വളർത്തുന്നതിന് കൊല്ലുന്നതിനോട് അതെനിക്ക് അത്ര പോരാ. പിന്നെ കൊന്നാ പാവം തിന്നാ തീരുമെന്നല്ലേ പറയുന്നത്. പിന്നെ ഈ ബാക്കിയുള്ള ഇപ്പോൾ 6 പിടയും ഉണ്ട്, ഒരു പൂവനും ഉണ്ട് കേട്ടോ. ഇനിയെങ്കിലും അവർക്ക് കുറച്ച് സ്വസ്ഥത കിട്ടട്ടെ. അവർ മുട്ടയിടുമ്പോൾ എപ്പോഴായാലും ശരി, ഇവന്മാർ കയറി ആ മുട്ട ഇടുന്നുണ്ടാന്ന് നോക്കും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ.